ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പൊതിച്ചോറ് വീഡിയോ ആയാലോ. അപ്പോൾ പൊതിച്ചോറ് തട്ടിക്കൂട്ട് പൊതിച്ചോറാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പൊതിച്ചോറാണ്. ആദ്യം തന്നെ നമ്മൾ ഉപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉപ്പേരിക്ക് വേണ്ടി ബീട്രൂട്ടും ക്യാരറ്റും അരിഞ്ഞു വെച്ചു, തേങ്ങ ചിരവി. നമ്മൾ ചോറ് ഫസ്റ്റ് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചു, കടുക് പൊട്ടിച്ചു, ഉപ്പേരി അടുപ്പിലേക്ക് മാറ്റി വെച്ചു. പിന്നെ നമ്മളൊരു മീൻ വറുത്തതും ചമ്മന്തിയും ഒരു മുട്ട പൊരിച്ചതും ഒരു ഉപ്പേരി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പൊതിച്ചോറിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മീൻ വറുത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ തേച്ച് മീൻ ഓൾറെഡി അവിടെ നമ്മൾ മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം മസാല പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ ഓൾറെഡി നമ്മൾ അവിടെ മീൻ മാറ്റി വെച്ചു. ആ സമയം കൊണ്ട് നമ്മൾ ചമ്മന്തിക്കുള്ള പൊടിച്ചെടുക്കാമെന്ന് കരുതി. അപ്പം ചെറിയ ഉള്ളി, പച്ചമുളക്, തേങ്ങ, സിമ്പിളായിട്ടുള്ള ചമ്മന്തി കേട്ടോ. അപ്പോൾ അതങ്ങനെ പൊടിച്ച് മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മൾ മീൻ വറുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇട്ടെടുത്തിട്ടാണ് കേട്ടോ ടോപ്പിലോട്ട് മീൻ വെക്കുന്ന, കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അങ്ങനെ മീൻ വറുക്കാനുള്ളത് അവിടെ മാറ്റി വെച്ചു. ആ സമയത്ത് നമ്മൾ അടുപ്പിൽ നിന്ന് ഉപ്പേരിയൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം നമ്മൾ മുട്ട പൊരിക്കാനുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് കരുതി. അപ്പം സിമ്പിളായിട്ടാണ്, മുട്ടയിൽ ഉള്ളിയും പച്ചമുളകും മാത്രം ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓംലെറ്റ് ആക്കി എടുത്തു. എന്നിട്ട് നമ്മളിവിടെ പൊതിച്ചോറ് കെട്ടാം കേട്ടോ. ഇല ഓൾറെഡി വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പെട്ടെന്ന് ഒരു കൊതി തോന്നിയപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. എത്ര പെർഫെക്ഷൻ ഒന്നുമില്ല, എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങ് ഉണ്ടാക്കി. അപ്പം ചമ്മന്തി, ഉപ്പേരി, മുട്ട പൊരിച്ചത്, ഒരു പൊരിച്ച മീൻ, ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ ഒരു അച്ചാറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അച്ചാർ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ അച്ചാറും ഒക്കെ കഴിഞ്ഞു, ഒക്കെ കെട്ടി അവിടെ വെച്ചു. ആ സമയം കൊണ്ട് നമ്മൾ എടുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് എഴുതി. അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ പൊതിച്ചോറ് തുറന്നപ്പോൾ നല്ല അടിപൊളി സ്മെല്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വാരം തന്നെ നമ്മൾ വാവയ്ക്കാണേ കൊടുത്തത്. വാവയ്ക്ക് എന്തായാലും ഇഷ്ടമായി, അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് പെട്ടെന്ന് തോന്നി, പെട്ടെന്ന് കഴിച്ചു. എന്തായാലും അടിപൊളിയായിരുന്നു.